ഹായ് കൂട്ടുകാരെ, പുതിയൊരു വിശേഷമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ നോമ്പ് തുറക്കാൻ പോയപ്പോഴുണ്ടായ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണം. ആദ്യം തന്നെ അവിടെ ചെന്നപ്പോൾ നോമ്പ് തുറക്കാൻ ആവശ്യമായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് റവ കാച്ചി തരണമെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു. അതിനായി റവ കാച്ചാനായിട്ട് കലം സ്റ്റൗവിലേക്ക് വെച്ചു, വെള്ളം ഒഴിച്ചു. പിന്നെ കുറച്ച് റവ എടുത്ത് നല്ല കലക്കി പച്ചവെള്ളത്തിലൊഴിച്ച് മിക്സാക്കി അത് തിളച്ച വെള്ളത്തിലേക്ക് ഒഴിച്ച് അത് നല്ലതുപോലെ മിക്സാക്കി എടുത്തു. ഇതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം അതിനാവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കണം. അത് ഞാൻ നല്ല ആവശ്യത്തിന് നല്ല പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്ത് നല്ല അടിപൊളിയാക്കി മിക്സാക്കി എടുത്തു. അതിലേക്ക് പാല് ഒഴിച്ചു കൊടുത്തു. പാല് ഒഴിച്ച് നല്ലതുപോലെ മിക്സാക്കി പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഏലക്ക ഇതൊക്കെ ചേർത്ത് കൊടുക്കണമായിരുന്നു. അതിനായി അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയൊക്കെ ഒരു പാത്രത്തിലിട്ട് നല്ലതുപോലെ നെയ്യൊഴിച്ച് വറുത്ത് കോരി അതും ചേർത്ത് കൊടുത്തു. ഏലക്കയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് അത് നല്ലതുപോലെ മിക്സാക്കി അടിപൊളി റവ പായസം ഉണ്ടാക്കി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ റവ പായസമൊക്കെ റെഡിയാക്കി വെച്ചു. അതിന് മുമ്പ് തന്നെ എൻ്റെ ആങ്ങള തന്നെ ഇടിയപ്പം എല്ലാം നല്ലതുപോലെ ബീച്ച് നല്ല സെറ്റാക്കി വെച്ച് അവൻ തന്നെ എല്ലാം ചെയ്തു തന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ ടേബിളിൽ സെറ്റാക്കി. കാണുന്നത് പോലെ ഫ്രൂട്ട്സുകളെല്ലാം നല്ല അരിഞ്ഞ് സെറ്റാക്കി വെച്ച് കിണ്ണത്തപ്പം, തണ്ണിമത്തൻ, മുസമ്പി, 2 തരം ജ്യൂസ് എല്ലാം ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ ഇത്തായും ബ്രദറിൻ്റെ മക്കൾ, എൻ്റെ മകൻ എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് ഞങ്ങൾ നോമ്പ് തുറന്നു. റവ പായസമാണ് ഇത് ഒഴിച്ച് വെച്ചിരിക്കുന്നത്. റവ പായസം ഉണ്ടായിരുന്നു. പിന്നെ ഇടിയപ്പമായിരുന്നു അവിടെ ഉണ്ടാക്കിയത്. ഇടിയപ്പവും ചിക്കൻ കറിയുമായിരുന്നു. അതൊക്കെ ഞങ്ങളെല്ലാവരും കഴിച്ചു. 8:30 വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഇടിയപ്പം എല്ലാം കഴിക്കാനായിട്ട് ടേബിളിലേക്ക് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചു. ഇത് ബ്രദറിൻ്റെ മകനും മകളുമാണ്. അവരും എല്ലാം സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടിരുന്നു നോമ്പൊക്കെ തുറന്നു. ഇത് ബ്രദറിൻ്റെ വീട്ടിലെ പുറത്തുള്ള കാഴ്ചയാണ് ഞാനീ കാണിക്കുന്നത്. ചെടിയാണ്, നല്ല മനോഹരമായി ചെടിയൊക്കെ നല്ല നോക്കി വളർത്താൻ കേട്ടോ. നല്ല ഇതാണ്. ചെടിയൊക്കെ വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ് ബ്രദറിന്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഷൂട്ട് ചെയ്തു നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കിയൊക്കെ ചെടിയൊക്കെ നോക്കും കേട്ടോ. അതുകൊണ്ട് ഇത് അവർ വളർത്തുന്ന മീനാണ്. ഗപ്പി, സാരി, പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനെയൊക്കെ വളർത്തുന്നത്. അവിടുത്തെ പുറത്തുള്ള മീനുകൾ, നല്ല കുഞ്ഞു മീൻ, ഇതൊക്കെ കുഞ്ഞു മീനൊക്കെ ഉണ്ട്. നല്ല സൂക്ഷിച്ച് നോക്കിക്കോളൂ. കുഞ്ഞു മീനുണ്ട്, പിന്നെ വലിയ മീൻ എല്ലാവരും വളർത്തുന്നുണ്ട്. അതെല്ലാം ഞാൻ ഷൂട്ട് ചെയ്തെടുത്തു. ഇതൊക്കെ തന്നെ അവിടുത്തെ വിശേഷം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ സ്റ്റോപ്പ് ആക്കുവാണ്. ഓക്കെ, ബൈ.